രാമനിലയത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നത് പുറത്തേക്ക് ഇറങ്ങി വന്ന സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റി കടന്നുപോയി. പ്രകോപിതനായി അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റിയെന്നാണ് സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നത്. സൂരജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് രാമനിലയത്തിന് പുറത്ത് സംഭവിച്ചത്? വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ നിലപാടിൽ എന്തെങ്കിലും തിരുത്ത് സുരേഷ് ഗോപി എം പി വരുത്തിയിട്ടുണ്ടോ എന്നത് അറിയുന്നതിന് വേണ്ടി മാധ്യമപ്രവർത്തകരുടെ സംഘം ഈ രാമനിലയത്തിന് മുന്നിൽ കാത്തുനിന്നത്. സുരേഷ് ഗോപി ഇറങ്ങി വരുന്ന സമയത്ത് ഈ ക്യാമറകൾ ഉൾപ്പെടെ ട്രൈപോഡിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അടുത്തേക്ക് ചെല്ലേണ്ടതില്ല എന്ന നിലപാടിൽ നേരത്തെ തന്നെ ട്രൈപോഡ് വെച്ചിരുന്നു. പക്ഷേ ഈ സുരേഷ് ഗോപി ഇറങ്ങി എന്താണ് പറയാനുള്ളത്? ബി.ജെ.പി. അധ്യക്ഷൻ താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. യാതൊരു നിലപാടും ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? സൗകര്യം യെസ്, ആ മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ടായിരുന്നു, ജനങ്ങൾക്കറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ ഘട്ടത്തിൽ വളരെ ക്ഷുഭിതനായി മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റി. ഏതാണ്ട് ഒരു പകയോടെ ആ മാധ്യമപ്രവർത്തകന്റെ നേർക്ക് ചീറി അടുക്കുന്നുണ്ട് സുരേഷ് ഗോപി. വാഹനത്തിനകത്ത് കയറിയിട്ട് എന്തോ ഒന്ന് പറഞ്ഞു, സൗകര്യമില്ല എന്ന് പറഞ്ഞു എന്നാണ് മാധ്യമപ്രവർത്തകൻ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തത്. സൂരജ്, ഇതിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി നിലപാട് പറഞ്ഞു. പാർട്ടി അധ്യക്ഷൻ പറയുന്നതാണ് പാർട്ടിയുടെ തീരുമാനം. സുരേഷ് ഗോപി ഒരു നടൻ എന്ന നിലയിലായിരിക്കും മറുപടി പറഞ്ഞത്. സ്വാഭാവികമായും അതിൽ തിരുത്തിയിട്ടുണ്ടോ എന്നറിയാനാണ് ആ ചോദ്യം, ന്യായമായ ചോദ്യം അവിടെ ആവർത്തിച്ചത്. ഇതാണ് കേന്ദ്രമന്ത്രിയുടെ, തൃശ്ശൂരിലെ എം പിയുടെ പ്രതികരണം. അപ്പോൾ എങ്ങോട്ടാണ് അദ്ദേഹം പോയത്? എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, തൃശ്ശൂരിൽ തന്നെ മറ്റൊരു പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപി ഇവിടെ നിന്ന് പോയത്. പക്ഷേ പ്രധാനമായും രാവിലെ ഉണ്ടായ ഒരു പ്രതികരണം, കാരണം ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം തുടങ്ങിയതിന് ശേഷം സുരേഷ് ഗോപി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. തുടർന്നാണ് നമ്മൾ രാവിലെ സുരേഷ് ഗോപിയുടെ ആദ്യ പരിപാടി നടക്കുന്ന സ്ഥലത്ത് അവിടെ എത്തി സുരേഷ് ഗോപിയോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ആ സമയത്ത് പോലും മാധ്യമപ്രവർത്തകരോട് വളരെ ക്ഷുഭിതനായി സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ മുകേഷ് എം.എൽ.എ ഈ എം.എൽ.എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ മുകേഷിനെ പിന്തുണയ്ക്കുന്ന ഒരു പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെ സുരേഷ് ഗോപി സ്വീകരിച്ചു. ഇതിന് പിന്നാലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് മുകേഷ് രാജിവെക്കണം, അതാണ് ബി.ജെ.പിയുടെ നിലപാട്, പാർട്ടിയുടെ നിലപാട് എന്ന് വ്യക്തമാക്കുന്നത്. അത് പാർട്ടി പ്രവർത്തകർ അനുസരിക്കുകയും വേണം എന്ന് സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോഴും അദ്ദേഹം ഈ സുരേഷ് ഗോപിക്ക് ചെറിയ എക്സ്ക്യൂസ് കൊടുത്തു. പറഞ്ഞത് ഒരു ചലച്ചിത്ര താരം എന്ന നിലയിൽ വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് അത് പറയാം എന്നൊരു നിലപാട് കൂടി സുരേന്ദ്രൻ അതിനൊപ്പം പറഞ്ഞു വെക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ഏതെങ്കിലും തരത്തിൽ ഒരു നിലപാട് മാറ്റം അല്ലെങ്കിൽ ഒരു തിരുത്തൽ വരുത്താൻ സുരേഷ് ഗോപിക്ക് താല്പര്യമുണ്ടോ? സുരേഷ് ഗോപി പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ എം പിയാണ്. ഈ ബി.ജെ.പിയുടെ എം പിയായ സുരേഷ് ഗോപിക്ക് താല്പര്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ രാമനിലയത്തിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ എത്തുന്നത്. ആ സമയത്താണ് അദ്ദേഹം ഇതുവഴി കടന്നിറങ്ങുന്നു. ആ സമയത്ത് നമ്മളെല്ലാവരും ഈ ക്യാമറ ട്രൈപോഡിൽ വെച്ച് കാത്തുനിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്താണ് ഈ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യം. സൂരജ്, ഈ വാഹനത്തിനകത്ത് കയറിയിട്ട് ഗ്ലാസിലൂടെ എന്തോ ഒന്ന് പറയുന്നുണ്ടല്ലോ സുരേഷ് ഗോപി. സൗകര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഇത് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന സമയത്താണ് പറഞ്ഞത്. സൗകര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മുൻവശത്തെ ഡോറ് തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ ആ ഭാഗത്തായിരുന്നു നിന്നിരുന്നത്. കൃത്യമായി കേട്ടതാണ്, സൗകര്യമില്ല എന്നുള്ളതാണ് ഈ വാഹനത്തിനകത്ത് കയറിയതിനു ശേഷം സുരേഷ് ഗോപി പറഞ്ഞത്. അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്തും ഇത്തരത്തിൽ ഈ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പ്രസ്താവനയാണ് ഈ മാധ്യമപ്രവർത്തകൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ സമയത്താണ് ഒരു പ്രകോപനവും ഇല്ലാതെ സുരേഷ് ഗോപി മുന്നിലേക്ക് ആഞ്ഞ് ഈ മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ വഴിയാണ്, എന്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് നിങ്ങൾ തടസ്സപ്പെടുത്തിയതെന്ന് പറയുന്നു. അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനെ പുറകിലേക്ക് പിടിച്ച് തള്ളുന്ന രീതിയിലേക്ക് പോലും എല്ലാം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ പൊട്ടിത്തെറിക്കുന്ന സുരേഷ് ഗോപി എം പിയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഈ യുവമോർച്ചയുടെ പ്രവർത്തകരടക്കം തെരുവിൽ മുകേഷ് എം.എൽ.എയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന വേളയിലാണ് ഈ മുകേഷിനെ ചേർത്ത് നിർത്തുന്ന നിലപാട് ഈ ബി.ജെ.പിയുടെ എം പി തന്നെ സ്വീകരിച്ചത്. അതാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നു, മുകേഷിന്റെ രാജിയാണ് തങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നു. അങ്ങനെ ഒരു നിലപാടിലേക്ക് പാർട്ടി ഉറച്ചു നിൽക്കുന്നു. മുകേഷ് രാജിവെക്കണമെന്നാണ് തങ്ങളുടെ നിലപാട്. തുടരുക, ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാം. എന്താണ് പറയാനുള്ളത്? ബി.ജെ.പി. അധ്യക്ഷൻ താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. എന്റെ വഴി എന്റെ അവകാശമാണ്.
പ്ലീസ്. മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. യാതൊരു നിലപാടും ഒരു നിലപാടും താങ്കൾക്ക് പറയാനില്ലേ? സൗകര്യം